ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആന്തൂറിയൻ ചെടി പുതിയൊരു ചട്ടിയിലേക്ക് പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു തൈ നമ്മൾ അടർത്തി മാറ്റിയിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഇനി ഇതെങ്ങനെ വെക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. നമ്മളതിനായി എടുത്തിരിക്കുന്നത് മണ്ണൊന്നും എടുക്കാതെ ഇഷ്ടികയും ഓടിൻ്റെ പീസും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനിയപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ചട്ടിയുടെ അടിഭാഗത്ത് വെള്ളം പോകുന്ന രീതിയിൽ കുറച്ച് ഇഷ്ടിക കഷ്ണങ്ങൾ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലാന്റ് ഇളകിപ്പോകാത്ത രീതിയിൽ ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതിനായി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓടും ചകിരി ഇഷ്ടികയുടെ പീസുകളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മണ്ണ് ഒട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുള്ള എല്ലാ ആന്തൂറിയം ചെടികളും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പൂക്കളുണ്ടാകാൻ ഇതിന് സാധ്യത കൂടുതലാണ്. മണ്ണിൽ വയ്ക്കുന്നതിന് പുതിയ തൈയാണ് കൂടുതലായി ഉണ്ടാകുന്നത്. എന്നാൽ ഈ രീതി ഫോളോ ചെയ്യുന്നവർക്ക് ധാരാളം പൂക്കൾ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒത്തിരി ചട്ടി നിറച്ച് പീസ് ഇടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ ചുവട് ഒന്ന് ഉറച്ച് നിൽക്കുന്ന രീതിയിൽ മാത്രം കട്ടയിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഇതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരത്തെ പ്ലാന്റ് ചെയ്തിട്ടുള്ള 1-2 ചെടികൾ കൂടി കാണാം. ഇതെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ പ്ലാന്റ് ചെയ്തിട്ടുള്ള ആന്തൂറിയത്തിൻ്റെ മദർ പ്ലാന്റുകളാണ്. ഇതെല്ലാം തന്നെ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ രീതിയിലാണ്. ഇത് കൂടുതലും മൺചട്ടിയിലാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം റെഡിൻ്റെ തന്നെ ഓരോ വെറൈറ്റികളായിട്ടും ഒക്കെയാണ് ചെയ്തു വന്നിരിക്കുന്നത്. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള കാർഷിക സംബന്ധമായ പുതിയ വീഡിയോകൾ മലയാളത്തിൽ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനലായ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.